നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ ആശയത്തിൽ പുതുമയില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സമാനമായ ആശയം സർക്കാർ വളരെ മുമ്പ് തന്നെ മുന്നോട്ട് വച്ചിരുന്നുവെന്നും മന്ത്രി. വയനാട്ടിലെ ഡെപ്യൂട്ടി കളക്ടർ ഗീതയ്ക്കെതിരെ സ്വീകരിച്ചത് വകുപ്പ് തല നടപടിയല്ല, തുടർ നടപടി വിശദമായ അന്വേഷണത്തിന് ശേഷം. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വികസന തുടർച്ച. 4 പ്ലാറ്റ്ഫോമുകളിൽ മേൽക്കുര നിർമ്മാണം പുരോഗമിക്കുന്നു. പുതിയ സിഗ്നൽ ക്യാബിൻ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന് തുടക്കം. ഉത്സവം 31 വരെ. കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂരം മഹോത്സവത്തിന്റെ അനുബന്ധ പരിപാടികൾ തുടരുന്നു. ഭക്തിസാന്ദ്രമായി കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നാരായണീയ പാരായണം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇ ശ്രീധരൻ പ്രഖ്യാപിച്ച അതിവേഗ റെയിൽ പുത്തൻ ആശയമല്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വയനാട്ടിലെ ഡെപ്യൂട്ടി കളക്ടർ ഗീതയ്ക്കെതിരായത് വകുപ്പ് തല നടപടിയല്ലെന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തതെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. അപേക്ഷ പരിഗണിക്കുന്നതിൽ ബോധപൂർവമായ കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഓൺലൈൻ രേഖകൾ പരിശോധിച്ചാൽ അക്കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും തുടർ നടപടികൾ. ഒരു ഡെപ്യൂട്ടി കളക്ടറെ നടപടിയൊന്നും എടുക്കുകയല്ല ചെയ്തിട്ടില്ല. അന്വേഷണ വിധേയമായി ഒരു ആരോപണം കിട്ടിയപ്പോൾ പ്രാഥമികമായിട്ട് ആരോപണം അന്വേഷിക്കുക ഉള്ള ഒരിട വന്നപ്പോൾ ഓൺലൈൻ രേഖകൾ പ്രകാരം കുറച്ച് ബോധപൂർവമായിട്ടുള്ള ഡിലേ ഈ കാര്യത്തിൽ ഉണ്ടായതായിട്ട് തോന്നുന്ന ഒരു വിഷയമാണ്. നേരത്തെ ഫോം നമ്പർ 5-ൻ്റെ സാങ്ഷനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ കോൺക്രീറ്റ് ആയിട്ടൊരു ഓർഡർ പറഞ്ഞതാണ്. അതിനുശേഷം 6ലേക്ക് കടന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ നോക്കിയപ്പോൾ പല തരത്തിലുള്ള റെക്കമെൻഡേഷൻ ഉണ്ടായിട്ടും ബോധപൂർവമായിട്ടുള്ള ഡിലേ ഉണ്ടായതായി തോന്നി. പ്രത്യേകിച്ച് ഒരാരോപണവും സർക്കാർ ഉന്നയിച്ചിട്ടില്ല. ഇക്കാര്യത്തിലൊരു പരാതി കിട്ടി. പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ചുമതല എൻ്റെ ധാരണ ശരിയാണെങ്കിൽ അഡീഷണൽ സെക്രട്ടറി ഗീതയാണെന്ന് തോന്നുന്നു ഏൽപ്പിച്ചിട്ടുണ്ട്. ഗീത IAS ഏൽപ്പിച്ചിട്ടുണ്ട്. അവരന്വേഷണം നടത്തി റിപ്പോർട്ട് വരട്ടെ. ഞങ്ങളിപ്പോൾ ഒരു പ്രാഥമിക നിഗമനത്തിലെത്തിയിട്ടില്ല. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ പരിഹരിക്കുന്നതിന് വേണ്ടി വലിയൊരു ഡ്രൈവാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും കണ്ണൂർ ഒരു ഡെപ്യൂട്ടി കളക്ടർക്കെതിരായി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടൊരു സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നടപടി ഉണ്ടായിട്ടുണ്ട്. കോടതികൾ തുടർച്ചയായിട്ട് ഇടപെടുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പരാതി കിട്ടിയപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഓൺലൈൻ പരിശോധനയിൽ ഒരു ഡിലേ ഉണ്ടായിട്ടുണ്ട്. അത് ബോധപൂർവമായിട്ടുള്ള ഡിലേ ആണെന്ന് സംശയിപ്പിക്കപ്പെടാവുന്ന വിധത്തിൽ കണ്ടമാനം കാലതാമസം എടുത്തിട്ടുണ്ട്. വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കട്ടെ. അല്ലാതെ ആരോപണം ഉന്നയിക്കപ്പെട്ടതിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽസും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതൊരു പരാതി മാത്രമാണ്. പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് ഏതെങ്കിലും വിധത്തിലുള്ളൊരു നിഗമനത്തിലെത്താൻ പറ്റൂ. ഇപ്പോൾ ഉള്ളത് ഒരു നടപടിയല്ല. ഇപ്പോൾ ഉള്ളത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇ ശ്രീധരൻ പ്രഖ്യാപിച്ച അതിവേഗ റെയിലിന് സമാനമായ ആശയം നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഈ ആശയത്തോടെ വിവിധ തലങ്ങളിലുള്ള പ്രതികരണങ്ങളുണ്ടായി. ഇ ശ്രീധരൻ്റെയും അത്തരമൊരു പ്രതികരണമാണ്. വ്യക്തമായ ഒരു നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വന്നിട്ടില്ല. വരുന്ന ഘട്ടത്തിൽ അക്കാര്യം കൂടുതൽ പരിശോധിക്കും. കേരളത്തിന് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ ഒരു പാത വേണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങളുടെ പാതയിൽ. 4 പ്ലാറ്റ്ഫോമുകളിലെ മേൽക്കുര നിർമ്മാണ പ്രവർത്തനങ്ങളും പുതിയ സിഗ്നൽ ക്യാബിൻ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. അമൃത് ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തനങ്ങൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കൂടുതൽ വികസന പ്രവർത്തനങ്ങളുടെ പാതയിൽ. പ്ലാറ്റ്ഫോമുകളിലെ മേൽക്കുര നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 4, 5, 6, 7 പ്ലാറ്റ്ഫോമുകളിലായാണ് മേൽക്കുര നിർമ്മാണം. മേൽക്കുര ഇരട്ടിപ്പിക്കുന്നതോടെ യാത്രക്കാർക്ക് വെയിലും മഴയും കൊള്ളാതെ ട്രെയിൻ കയറാനും ഇറങ്ങാനും ഏറെ സൗകര്യപ്രദമാകും. പുതിയ സിഗ്നൽ ക്യാബിൻ കെട്ടിടവും റെയിൽവേ ഒരുക്കുന്നുണ്ട്. കൊച്ചിൻ പാലത്തിന് സമീപത്തായാണ് ഈ കെട്ടിടം ഉയരുന്നത്. 4 നിലകളിലായി ഉയരുന്ന കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. 2 മാസത്തിനകം പ്രവൃത്തികൾ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ക്യാബിൻ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ട്രെയിനുകളുടെ സിഗ്നൽ കൺട്രോളിംഗ് എല്ലാം ഈ കെട്ടിടത്തിലായിരിക്കും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ മുഖച്ഛായ മാറുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് മന ശങ്കരൻ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു
ചടങ്ങുകൾക്ക് തുടക്കം. 31-ന് ഉത്സവം സമാപിക്കും. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ 8 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്കാണ് ഭക്തിനിർഭരമായ ചടങ്ങുകളോടുകൂടി തുടക്കമായത്. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് മന ശങ്കരൻ ഉണ്ണി നമ്പൂതിരിപ്പാട്ട് മുഖ്യ കാർമ്മ്യത്തിലായിരുന്നു കൊടിയേറ്റം. വിശേഷാൽ പൂജകൾ, മഹാദീപാരാധന, ശ്രീഭൂതബലി, അത്താഴപൂജ എന്നിവയും ഉണ്ടായിരുന്നു. തുടർന്ന് ആഘോഷങ്ങളുടെ ഭാഗമായി രാധേശ്യാം ലക്കിടി അവതരിപ്പിച്ച ഭക്തിഗാനസുധ, സർവീസ് പെൻഷനേഴ്സ് തൃത്താല അവതരിപ്പിച്ച തിരുവാതിരക്കളി, ഓങ്ങല്ലൂർ കലാകേന്ദ്രം അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ഈ മാസം 31-ന് ഉത്സവാഘോഷം സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂരം മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾ തുടരുന്നു. ശനിയാഴ്ച വൈകിട്ട് കലാമണ്ഡലം ഷർമിളയുടെ ഓട്ടൻ തുള്ളലുണ്ടായി. മകനെ മതി മതി പീതികളില്ല തീർത്ഥസ്നാനമൊരു 20 വർഷം ഭക്തന്മാർക്കിനിയും കൽപ്പിക്കാൻ ഇങ്ങനെ ജഗുനിയുമുറ ചെയ്തപ്പോൾ കാട്ടിലിരിക്കും ഭക്തന്മാർക്ക് കാട്ടിലിരിക്കും ഭക്തന്മാർക്ക് കാട്ടിലിരിക്കും ഭക്തന്മാർക്ക് ഈ കാട്ടിലിരിക്കും ഭക്തന്മാർക്ക് കാട്ടിയിടേണം നമ്മുടെ വിഭവം കാട്ടിയിടേണം നമ്മുടെ വിഭവം ഒരു വതിതനയനു മനുജന്മാരും. എടപ്രാമ്പുള്ളിമന സാവിത്രി ടീച്ചറാണ് ശനിയാഴ്ചത്തെ കൂത്തുവഴിപാടായി ഓട്ടൻതുള്ളൽ സ്പോൺസർ ചെയ്തത്. കേരള കലാമണ്ഡലം വടക്കൻ കണ്ണൻ നായർ പുരസ്കാരം, കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ജൂനിയർ ഫെലോഷിപ്പ്, ഏവൂർ ദാമോദരൻ നായർ യുവതുള്ളൽ പ്രതിഭ പുരസ്കാരം, കേരള സർക്കാർ യുവപ്രതിഭ പുരസ്കാരം, കലാമണ്ഡലം ഗീതാനന്ദൻ സ്മാരക ഗീതാനന്ദം പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ കലാകാരിയാണ് കലാമണ്ഡലം ഷർമിള. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കാരക്കാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മകരമാസത്തിലെ ഷഷ്ടിയോടനുബന്ധിച്ച് ഉദയാസ്തമയ പൂജയും നാരായണീയ പാരായണവും നടന്നു. തന്ത്രി ശങ്കരൻ നാരായൺ ഉണ്ണിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പൂജകൾ. രാവിലെ 8 മുതൽ വൈകുന്നേരം 4 മണി വരെയായിരുന്നു കാരക്കാട് നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണമുണ്ടായത്. വൈകുന്നേരം നാദസ്വരം, നിറമാല, അവിൽ പ്രസാദ വിതരണം എന്നിവയും നടന്നു. ഫെബ്രുവരി 1-നാണ് ക്ഷേത്രത്തിൽ തൈപ്പൂയ ആഘോഷം നടക്കുക. രാവിലെ 5 മണിക്ക് നട തുറക്കൽ, തുടർന്ന് അഭിഷേകങ്ങൾ, കാവടി പൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ എന്നിവയുണ്ടാകും. ഉച്ചയ്ക്ക് 12 മണി മുതൽ ക്ഷേത്രത്തിൽ പ്രസാദഊട്ടുണ്ടായിരിക്കും. വൈകുന്നേരം 4:30 നട തുറക്കും. 6-ന് പറളി വെത്താമണിയുടെ നേതൃത്വത്തിൽ നാദസ്വര അവതരണം,
6:15 ദീപാരാധന, തുടർന്ന് പാലക്കാട് കല്ലേക്കുളങ്ങര ഷാജി സ്പോൺസർ ചെയ്യുന്ന തൃശൂർ ഭജൻസ് നാദധാരയുടെ ഭജന എന്നിവ നടക്കും. രാത്രി 10 മണിക്ക് അവിൽ പ്രസാദം വിതരണം ചെയ്യുന്നതോടെ തൈപ്പൂയ ആഘോഷത്തിന് സമാപനമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSSPU കോങ്ങാട് യൂണിറ്റ് 34-ാം വാർഷിക സമ്മേളനം കോങ്ങാട് NSS ഹാളിൽ നടന്നു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. KP ദേവഭൂപേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. M രാമകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KG നവാബ് ജാൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി P മോഹൻദാസ് ജനപ്രതിനിധികളെ ഉപഹാരം നൽകി ആദരിച്ചു. TV ബാലകൃഷ്ണൻ, P ഗംഗാധരൻ പിള്ള, P ഗോപാലകൃഷ്ണൻ, TP അച്യുതാനന്ദൻ, PV മാധവി, KS ഗുപ്തൻ നമ്പൂതിരി, P കൃഷ്ണൻകുട്ടി, PR രാജേശ്വരി, KK കൗസല്യ, N രാധാകൃഷ്ണൻ നായർ, ശുകുപുരം രാധാകൃഷ്ണൻ, P ദിനകരൻ, CV കൃഷ്ണകുമാർ, P ദിനകരൻ എന്നിവർ സംസാരിച്ചു. CV കൃഷ്ണകുമാർ സ്വാഗതവും PP സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ചർച്ചയും തെരഞ്ഞെടുപ്പും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുനത്ര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗുരുവന്ദനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നാടിനെ നേർവഴിക്ക് നയിക്കുന്നതിൽ അധ്യാപകരുടെ പങ്ക് വലുതാണെന്ന് MLA പറഞ്ഞു. വേണ്ടിയുള്ള പ്രവർത്തന പദ്ധതികൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൂടിച്ചേർന്നതാണ് 100ാം വാർഷികത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്. ആ 100ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങ് ഏതായാലും അടുത്ത മാസത്തോടുകൂടിയില്ലേ അവസാനിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ആ നിലയിൽ ഈ വിദ്യാലയത്തെ 100 വർഷക്കാലമായി നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കേന്ദ്രമായി ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നേരത്തെ മുന്നിൽ നിന്ന് സഞ്ചരിച്ചവർ, നയിച്ചവർ, പിന്നീട് അത് ഏറ്റെടുത്തവർ, ഇനി ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നവർ ഈ വിദ്യാലയത്തെ ഏറ്റവും പ്രശസ്തവും പ്രഗത്ഭവും അക്കാദമിക് തലത്തിലും അല്ലാത്ത തലത്തിലുള്ള മികവുള്ള കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾക്ക് സാധ്യമാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഞാനിവിടെ ജില്ലാ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഒരു കാലത്ത് നമ്മുടെ വിദ്യാലയങ്ങളുടെ പശ്ചാത്തല സൗകര്യ വികാസത്തിനും അതുപോലെ തന്നെ അക്കാദമിക് തലത്തിലുള്ള അഭിവൃദ്ധിക്കും ആവശ്യമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ, ഹരിശ്രീ പദ്ധതി ഉൾപ്പെടെ കൊണ്ടുവന്ന കാലത്ത് ഈ പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നതാണ്. അക്കൂട്ടത്തിൽ പ്രത്യേകിച്ച് കൂനത്തറ ഗവൺമെന്റ് ഹൈസ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിന്റെ കഴിഞ്ഞകാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുരോഗതി ചെറിയൊരു പങ്ക് വഹിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം A സിന്ധുമോൾ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് DP നിർമ്മല സ്വാഗതം പറഞ്ഞു. പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഗംഗാധരൻ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K കൃഷ്ണകുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ലക്ഷ്മി, വാർഡ് മെമ്പർമാരായ K സംഗീത, PT ജയന്തി, PTA പ്രസിഡന്റ് E രാജഗോപാൽ, SMC ചെയർമാൻ K വേലുക്കുട്ടി, പ്രിൻസിപ്പാൾ ജിനേഷ് കുമാർ, MPTA പ്രസിഡന്റ് NB ഷിജി, OSA പ്രസിഡന്റ് KP ബാലൻ, സെക്രട്ടറി P സുരേന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി P ജിഷ എന്നിവർ പ്രസംഗിച്ചു. പൂർവാധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും അനുഭവങ്ങൾ പങ്കുവച്ചു. പൂർവ്വ വിദ്യാർത്ഥി കമ്മിറ്റിയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നിർധന കുടുംബത്തിലെ ഓട്ടോ ഡ്രൈവറായ സുലുവിൻ്റെ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് കൈത്താങ്ങായി മണ്ണൂരിലെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്വരൂപിച്ച 36,000 രൂപ ട്രസ്റ്റ് സെക്രട്ടറി വാസു മാസ്റ്റർ ചികിത്സാ സഹായ സമിതി ട്രഷറർ VM അൻവർ സാദിഖിന് കൈമാറി. മണ്ണൂർ അത്തിക്കൽ വീട്ടിൽ സുലൈമാൻ എന്ന സുലു കഴിഞ്ഞ 3 വർഷമായി ലിവർ അസുഖമായി ബന്ധപ്പെട്ട ചികിത്സയിൽ കഴിയുകയാണ്. പഞ്ചായത്തിലെ കരൾ മാറ്റൽ ഓപ്പറേഷന് വേണ്ടി വിധേയമായ സുലു എന്ന സുലൈമാന് മണ്ണൂർ പഞ്ചായത്തിലും ഇതര പഞ്ചായത്തിലും കാരുണ്യ പ്രവർത്തനത്തിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് അവർ എല്ലാവരും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ നേരത്തെ തന്നെ അവർ സുലു എന്ന സുലൈമാന് വേണ്ടി അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി തുക സ്വരൂപിച്ചിട്ടുണ്ട്. 36,000-ൽ പരം രൂപയാണ് അവർ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സ്വരൂപിച്ചിരിക്കുന്നത്. 10,000 രൂപ നേരത്തെ തന്നെ അവരുടെ ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടി ഇത് കൂടാതെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
കരൾ പകുത്തു നൽകാൻ മകൾ സന്നദ്ധയാണ്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് ഈ കുടുംബം. നാളിതുവരെയുള്ള ചികിത്സാ ചെലവ് തന്നെ ബന്ധുമിത്രാദികളും മറ്റുമാണ് വഹിച്ചിരുന്നത്. 40 ലക്ഷം രൂപയാണ് ഈ സർജറിക്ക് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഈ ചികിത്സാ ചെലവ് സ്വരൂപിക്കുന്നതിനായി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. വരും നാളുകളിൽ ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വിപുലമാക്കും. എല്ലാ നന്മ നിറഞ്ഞ സുമനസ്സുകളുടെയും അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്മ ചാരിറ്റി ഭാരവാഹികളായ തങ്കപ്പൻ, ബാലകൃഷ്ണൻ, സുനീർ, വത്സൻ, പ്രതീഷ്, സേതുമാധവൻ എന്നിവർ പങ്കെടുത്തു. ചികിത്സയിലേക്ക് 10,000 രൂപയും ഇതിനകം തന്നെ നന്മ ചാരിറ്റി കൈമാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ കൈപ്പറമ്പിൽ നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ നിർത്തിയിട്ട ലോറിക്ക് പിറകിലടിച്ച് അപകടം. 2 പേർക്ക് പരിക്കേറ്റു. ഈരാറ്റുപേട്ട സ്വദേശികളായ റഷീദ്, മുഹമ്മദ് അർഫാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കേച്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ അമല ആശുപത്രിയിൽ എത്തിച്ചു. കൈപ്പറമ്പ് സൊസൈറ്റിക്ക് സമീപമായിരുന്നു അപകടം. കൊടൈമാസ് ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെയും പാലക്കാട് ഈസ്റ്റ് റോട്ടറി ക്ലബിൻ്റെയും പാലക്കാട് പാലന ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പാലക്കാട് ഈസ്റ്റ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉണ്ണി സി തോമസ് ഉദ്ഘാടനം ചെയ്തു. കൊടൈമാസ് ജിംനേഷ്യം പ്രതിനിധികളായ മനീഷ്, സുധീഷ്, റോട്ടറി ക്ലബ്ബ് ഭാരവാഹി മുത്തുകുമാർ എന്നിവർ സംസാരിച്ചു. പാലക്കാട് ഈസ്റ്റ് റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി MS ബൈജു സ്വാഗതം പറഞ്ഞു. രക്തദാനം ചെയ്യാൻ നിരവധി പേർ എത്തിയിരുന്നു. മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് സന്തോഷവും ആരോഗ്യവും ഉണ്ടാകുന്നത്. അപ്പം നിങ്ങളെ ഏറ്റവും വലിയ ഒരു ഷെയറിംഗ് ചെയ്യാനായിട്ട് തയ്യാറായി കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ്, മഹാദാനം എന്നാണ് പറയുന്നത്, രക്തദാനം. 5 പതിറ്റാണ്ടിലേറെ കാലം ഓട്ടൻതുള്ളൽ രംഗത്ത് നിറഞ്ഞു നിന്ന തുള്ളൽ ആചാര്യൻ കോങ്ങാട് കുമാരനാശാൻ 26ാം അനുസ്മരണ വാർഷിക ദിനം ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയിൽ വെച്ച് നടന്നു. വിവിധ പരിപാടികളോടുകൂടിയായിരുന്നു ചടങ്ങുകൾ. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക ഭൂപടത്തിൽ തന്നെ വലിയൊരു സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ കുരിശുമംഗലം. അത് ഇന്ന കല എന്നില്ല, ഏത് കലയിലായാലും ഒരുപാട് ഉന്നതരായിട്ടുള്ള കലാകാരന്മാരെ സമ്മാനിച്ചൊരു മണ്ണാണ് ഈ കുരിശുമംഗലം. എണ്ണിയാലൊടുങ്ങാത്ത രീതിയിലുള്ള ആണ്. നമുക്കൊരു പക്ഷേ തമാശ രൂപേണ ചിലപ്പോൾ പറയുകയാണെങ്കിൽ കെ ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PCV രേണുക അനുസ്മരണ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ MV വിനോദ്, ഷീജ മോൾ, വായനശാല പ്രസിഡന്റ് K ഹരി, N സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കലാമണ്ഡലം ശിവദാസ് സ്വാഗതവും P അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ ശ്രീധരന്റെ അതിവേഗ റെയിൽ ആശയത്തിൽ പുതുമയില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. സമാനമായ ആശയം സർക്കാർ വളരെ മുമ്പ് തന്നെ മുന്നോട്ട് വച്ചിരുന്നുവെന്നും മന്ത്രി. വയനാട്ടിലെ ഡെപ്യൂട്ടി കളക്ടർ ഗീതയ്ക്കെതിരെ സ്വീകരിച്ചത് വകുപ്പ് തല നടപടിയല്ല, തുടർ നടപടി വിശദമായ അന്വേഷണത്തിന് ശേഷം. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വികസന തുടർച്ച. 4 പ്ലാറ്റ്ഫോമുകളിൽ മേൽക്കുര നിർമ്മാണം പുരോഗമിക്കുന്നു. പുതിയ സിഗ്നൽ ക്യാബിൻ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന് തുടക്കം. ഉത്സവം 31 വരെ. കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂരം മഹോത്സവത്തിന്റെ അനുബന്ധ പരിപാടികൾ തുടരുന്നു. ഭക്തിസാന്ദ്രമായി കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നാരായണീയ പാരായണം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.